Hi collections, welcome back to our another video. നമ്മളത് നമ്മുടെ കാറിലേക്ക് കയറാൻ പോവുകയാണ്. നമ്മുടെ ബൈക്കർ എസ്കേപ്പായി ഉണ്ട്. അപ്പോൾ നമ്മൾ ബൈക്കറിനെ പിടിക്കാൻ പോവുകയാണ്. ലമാർ വന്ന് കയറിയിട്ടുണ്ട്. വേഗം തന്നെ വണ്ടി വിട്ടേക്കാം. നമ്മൾ ബൈക്കറിനെ ഇടിച്ചിടാനായിട്ടുള്ള പ്രാക്ടീസാണ് കേട്ടോ ഇപ്പോൾ തന്നെ ചെയ്തത്. ആരൊന്നും വിചാരിക്കരുത്, അടുത്ത പ്രാക്ടീസാണ്. നമ്മളിന്ന് ഫുള്ള് പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ബൈക്കറിനെ പിടിക്കാൻ പോകണം. ഓക്കെ, നമ്മളതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസിൽ വണ്ടിയുടെ ചില്ലൊക്കെ പൊട്ടിക്കാണ്. നമ്മുടെ വണ്ടിയുടെ ചില്ലും പൊട്ടിയുണ്ട് കേട്ടോ. പിന്നെ ഇത് ആൾക്കാർ വെറുതെ നടന്നു പോകുമ്പോ ജസ്റ്റ് മിസ്. അവനിപ്പം തന്നെ പോയാനല്ലെങ്കിൽ എൻ്റെ കൂടെ. സിഗ്നലിന് നിൽക്കണ്ടായിരുന്ന ആൾക്കാരെ പറപ്പിച്ച് ഞാൻ. വണ്ടിക്ക് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ വണ്ടി വലിയ സീനിലാണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പാർക്ക് ചെയ്യാൻ നോക്കിയത്, അതും പറ്റിയില്ല. അത് നമ്മൾ ബൈക്കറിനെ കണ്ടിട്ടുണ്ട്. മുന്നിൽ പോണതാണ് ബൈക്കർ. നമ്മളവനെ ഫോളോ ചെയ്യാണ്. യെസ് ഗൈസ്, നമ്മൾ അവനെ ഇടിച്ചിട്ട് പക്ഷെ നമ്മുടെ വണ്ടി പറഞ്ഞു കിട്ടാ. ഓക്കെ, ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേഗം തന്നെ പോയിട്ട് ആ ബൈക്ക് എടുക്കട്ടെ. ഓക്കെ, ബൈക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വേഗം വളച്ചെടുത്ത് നമുക്ക് കാർ വാഷിലേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ കൂടെ 1 സ്റ്റാറായി. ഇനിയിപ്പോൾ പോലീസിനെ ലൂസ് ചെയ്തിട്ട് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കളി പോലീസ് അറിയും. അപ്പം ഞാൻ വേഗം തന്നെ ഒന്ന് പോലീസിനെ ലൂസ് ചെയ്യാൻ പോട്ടെ. വണ്ടികളൊക്കെ മുന്നേ കയറി വരുന്നുണ്ട്. എപ്പോഴാണാവോ ഇടിച്ച് വീഴുക. പോലീസിനെ ലൂസ് ചെയ്യാൻ നല്ല പാടുണ്ട്. പക്ഷെ സ്റ്റാർ മിന്നുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമ്മുടെ ലമാറ് ഇപ്പോൾ കാർ വാഷിലുണ്ടാവും. ലമാർ പോയിട്ടുണ്ടായിരുന്നു മുന്നേ, അതുകൊണ്ട് ലമാറിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ സിംഹോണ്ട സ്ഥലത്തേക്ക് പോകുമായിരിക്കും. ഓക്കെ, നമ്മൾ പോലീസിനെ ലൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കാർ വാഷിലേക്ക് പോകാം. അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ ലമാറിൻ്റെ കാർ വാഷിലേക്ക്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നേരെ പോവാം. പിന്നെ അവിടെ നിന്ന് നേരെ പോയാൽ മതി. പിന്നെ റൈറ്റ്, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുള്ളൂ. നല്ല അടി കിട്ടി. ചാത്ത എൻ്റെ ഭാഗ്യം, ആ കാറ് നിർത്തിയതുകൊണ്ട് ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ചത്താനെ. ലൈഫ് കുറവാണ്. ഗണ്ണ് മാറ്റട്ടെ, അല്ലെങ്കിൽ ആൾക്കാരൊക്കെ പേടിച്ചോടും. ഇനി നമുക്ക് വീണ്ടും കാർ വാഷിലേക്ക് പോവാം. ഓക്കെ, ഇനി കുറച്ച് വഴിയും കൂടി ഉണ്ട് കാർ വാഷിക്ക്. ഏകദേശമൊക്കെ എത്താറുണ്ട്, എന്നാലും കുറച്ച് വഴിയും കൂടെ. സിഗ്നലിൽ എന്തോരം വണ്ടികളല്ലേ നിർത്തിയിട്ടേക്കുന്നു. എന്നെ എപ്പോഴും ഓരോ വണ്ടിയിൽ ഒന്ന് ഇടിക്കണല്ലോ. ഇതിലേക്കൊന്നും പോകാൻ സമ്മതിക്കണില്ല. ബൈക്ക് വേഗം എടുക്കട്ടെ, അല്ലെങ്കിൽ ഇനി ബൈക്ക് ആരെങ്കിലും മോഷിച്ചോണ്ട് പോകും നമ്മളെ പോലെ. മരത്തിൻ്റെ മുകളിലേക്കൊക്കെ പിന്നെ ചാടി കയറിയാണ്. ഓക്കെ, വണ്ടി നല്ല കണ്ടീഷനല്ല, പക്ഷെ സീനില്ല. ഇപ്പം ഏകദേശം സ്ഥലത്ത് എത്താറായിട്ടുണ്ട്. ഇനി ഏകദേശം എത്ര 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ്. ഓക്കെ, നമ്മളതാ ഈ വളവ് തിരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കുറച്ച് വെരി ലോ ആയിട്ടുള്ള വഴിയാണ് അവിടെ നിന്ന്. ഓക്കെ,
കാർ വാഷിൽ ഏകദേശം എത്താറായുണ്ട്. ഇനി ഇവിടെ നിന്ന് തിരിയുക, പിന്നെ ഒരു റോഡുണ്ട്, ആ വഴിക്കൂടെയും കൂടെ പോയി കഴിഞ്ഞാൽ കാർ വാഷിൽ ഏകദേശം എത്തി. അതാ നമ്മൾ കാർ വാഷിൽ എത്തിയിട്ടുണ്ട്. ഹൈഡല്ല മാറേ, നീ വന്നിട്ട് കുറച്ച് നേരം ആയെന്ന് തോന്നുന്നു. ആ ഹായ്ടാ, ഞാനിവിടെ കുറേ നേരം നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാനിപ്പോൾ ഫോൺ നോക്കിയിരിക്കുന്നു. ഞാൻ റൈഡ് പോയിട്ടല്ല. ആടാ ശരി, എന്നാ നീ ബൈക്ക് എടുത്തോ, സൂക്ഷിച്ചു പോണേ. അപ്പോൾ ഗൈസ്, നമ്മുടെ മിഷൻ അതാ പാസ്സായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടാണ് നമ്മുടെ മിഷൻ, ഞാൻ മാക്സിമം നോക്കിയിട്ടാണ് നമ്മുടെ മിഷനൊക്കെ പാസ്സാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ പാർട്ട് 1 വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണേണ്ടതാണ്. ഞാൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ട് വരാം. കണ്ടവർ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് for more videos.